നഗരസഭയിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാക്ക് ഫോർ ഗുരുവായൂർ പദയാത്ര നടത്തി. ഗുരുവായൂരിന്റെ നല്ല നാളേക്കായി യു.ഡി.എഫ് എന്ന മുദ്രാവാക്യവുമായി നടന്ന യാത്ര എ.ഐ.സി.സി സെക്രട്ടറി ടി.എൻ. പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മഞ്ജുളാൽ പരിസരത്തു നിന്നും ആരംഭിച്ച യാത്ര പടിഞ്ഞാറെ നടയിൽ സമാപിച്ചു. ഡി.സി.സി സെക്രട്ടറി അഡ്വ. ടി.എസ്. അജിത്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ.പി. ഉദയൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, കെ.എസ്.യു. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പരസ്യമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തിയ ഗുരുവായൂർ ദേവസ്വം ചെയർമാനും മാനേജിംഗ് കമ്മിറ്റി അംഗവും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും അവർ അടിയന്തരമായി രാജിവെക്കണമെന്നും ടി.എൻ. പ്രതാപൻ ആവശ്യപ്പെട്ടു. പടിഞ്ഞാറ് നടയിൽ നിന്ന് നേരെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. അമ്പലക്കള്ളന്മാര്, അതേപോലെ അമ്പലത്തിൽ സ്വർണം മോഷ്ടിച്ചവര് നാളെ ഗുരുവായൂരിൽ നിന്നും എന്താണ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് അറിഞ്ഞുകൂടാ. കാരണം ദൈവവിശ്വാസമില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റുകാർ ഈശ്വര വിശ്വാസമില്ല. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം. മതം മനുഷ്യനെ നയിക്കുന്ന കറുപ്പെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പഠിപ്പിക്കുന്നത്. ദൈവം വിദ്യയാണെന്നാണ് കമ്മ്യൂണിസത്തിൽ പറയുന്നത്. ദൈവവിശ്വാസമില്ലാത്ത മതവിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ശബരിമല ക്ഷേത്രത്തിൽ നിന്നും സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചു കൊണ്ടുപോയി കട്ടുകൊണ്ടുപോയതുപോലെ ഇനി ഏതൊക്കെ ക്ഷേത്രം, ഏതൊക്കെ പള്ളി, വഖഫ് ബോർഡ് ഉൾപ്പെടെ എവിടെ നിന്നെല്ലാം ഈ വിശ്വാസികളല്ലാത്ത ആളുകൾ മോഷ്ടിച്ചിട്ടുണ്ടാകും. ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോഴുള്ള ദേവസ്വത്തിന്റെ പ്രസിഡന്റ് വിശ്വാസിയല്ല എന്ന് ഇന്നലെ മിനിയാന്ന് ബോധ്യപ്പെടുത്തി. കാരണം അദ്ദേഹം അരിമാൽ ചുറ്റിക നക്ഷത്രത്തിന് വേണ്ടി ചുവന്ന് കൊടിപിടിച്ച് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നവർക്ക് വേണ്ടി പരസ്യമായി പ്രവർത്തിച്ചതുകൊണ്ട് ദേവസ്വം പ്രസിഡന്റിന് അദ്ദേഹം വിശ്വാസിയല്ല, അദ്ദേഹം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന കമ്മ്യൂണിസ്റ്റ് വിശ്വസിക്കുന്ന ആളാണ്. വിശ്വാസിയല്ലാത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കീഴിൽ എന്തെല്ലാം ഇവിടെ നടന്നു എന്ന കാര്യം കൂടി അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. ഒറ്റ വാക്കുകൂടി പറഞ്ഞ് നിർത്തുകയാണ്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 5 വർഷം നടന്ന പ്രവർത്തികൾ, കേന്ദ്ര ഗവൺമെന്റ് അമൃത് പദ്ധതി, പ്രസാദ് പദ്ധതി, അമൃത് 2 ഉൾപ്പെടെ ഇവിടെയാണ് കോടാനുകോടി രൂപ കൊണ്ടുവന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കൽ സൊസൈറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇവിടുത്തെ പ്രവൃത്തികൾ യാതൊരു തത്വനിഷ്ഠിതയും നൽകിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് 13-ാം വ്യാഴാഴ്ച ഇലക്ഷൻ കഴിഞ്ഞ് 13-ാം തീയതി വോട്ടെണ്ണും. ഒരു സംശയം വേണ്ട, ഗുരുവായൂർ നഗരസഭയിൽ യു.ഡി.എഫ് ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന കാര്യം ഈ ഗുരുവായൂരപ്പൻ സാക്ഷ്യം ഞങ്ങൾ ഉറപ്പു പറയുന്നു.